നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ പോളിറ്റിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് നമുക്ക് പരീക്ഷയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു പോർഷൻ പഠിച്ചു വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. 1946 ഡിസംബർ മാസം 6-ാം തീയതിയാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ്റെ നിർദ്ദേശാനുസരണം അങ്ങനെ 1946 ഡിസംബർ മാസം 6-ാം തീയതി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായി. 1946 ഡിസംബർ മാസം 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയത്. അങ്ങനെ തയ്യാറാക്കിയ ഭരണഘടന 1949 നവംബർ മാസം 26-ാം തീയതി അംഗീകരിച്ച് നിയമമാക്കി. അങ്ങനെ ഒരു ഇന്ത്യൻ ഭരണഘടന നമുക്കായിട്ട് സമർപ്പിക്കപ്പെട്ടപ്പോൾ അതിൽ 22 ഭാഗങ്ങൾ അഥവാ 22 പാർട്ടുകളും 395 വകുപ്പുകൾ അഥവാ 395 ആർട്ടിക്കിളുകളും 8 പട്ടികകളും അഥവാ 8 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ആ ഭരണഘടന 1950 ജനുവരി 26-ാം തീയതി നിലവിൽ വന്നു. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി മാസം 26-ാം തീയതി നിലവിൽ വന്നു. ഈ നിലവിൽ വന്ന ഭരണഘടനയ്ക്ക് കാലാകാലങ്ങളായിട്ട് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, കാലാനുസൃതമായ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാവുന്നുണ്ട്, ചില കാര്യങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നുണ്ട്. അങ്ങനെ ഇപ്പോഴും വളരെ വിജയകരമായി തുടരുന്ന നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ ആധികാരികമായ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് നമുക്ക് ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം ബേസിക്കായി ഇത്രയും കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത് അത്യാവശ്യമാണ്. എന്നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകൃതമായത്? ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത കാലയളവ് എത്രയാണ്? എന്നാണ് ഭരണഘടന അംഗീകരിച്ചത്? നിലവിൽ വരുന്ന സമയത്ത് എത്ര ഭാഗങ്ങൾ, എത്ര വകുപ്പുകൾ, എത്ര പട്ടികകൾ ഉണ്ടായിരുന്നു? എന്നാണ് ഭരണഘടന നിലവിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ അതൊന്നുകൂടി പറയുകയാണ്. 1946 ഡിസംബർ 6-നാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി നിലവിൽ വരുന്നത് അഥവാ രൂപീകരിച്ചത്. ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് ഭരണഘടന തയ്യാറാക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവും വേണ്ടി വന്നു. 1949 നവംബർ 26-ാം തീയതി ഭരണഘടനയെ അംഗീകരിച്ച് ഒരു നിയമമാക്കി. നിലവിൽ വന്നപ്പോൾ 22 ഭാഗങ്ങളും 395 വകുപ്പുകളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1950 ജനുവരി 26-നാണ് ഇത് നിലവിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി മാസം 26-ാം തീയതിയാണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും വലിയ സവിശേഷത ലോകരാജ്യങ്ങളിലുള്ള ഭരണഘടനകളിൽ വെച്ച് ഏറ്റവും വലിയതും ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖയാണ്. രാജ്യത്തിൻ്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കവുമാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഒന്നാമത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. അതിനർത്ഥം ഇന്ത്യയിൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ആ വൈവിധ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ജനതയെയും തുല്യമായി പരിഗണിച്ചുകൊണ്ട് ഓരോ മൈന്യൂട്ടായ കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം നമുക്കൊരു ഭരണഘടന തയ്യാറാക്കാനെന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും നമുക്ക് ആവശ്യമായ ആശയങ്ങളെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ ഒരു രേഖയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് എന്നത് തന്നെയാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ സവിശേഷത.
രണ്ടാമത് പാർലമെൻ്ററി ജനാധിപത്യം. പാർലമെൻ്ററി ജനാധിപത്യം എന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ടാമത്തെ സവിശേഷത. കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. എന്താണ് പാർലമെൻ്ററി ജനാധിപത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ, അതായത് എക്സിക്യൂട്ടീവിലെ അംഗങ്ങളെന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും, ലെജിസ്ലേച്ചറിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ്? നിയമനിർമ്മാണ വിഭാഗം ഈ കാര്യനിർവഹണ വിഭാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണ് പാർലമെൻ്ററി ജനാധിപത്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിനെ പറ്റിയും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ക്ലാസ്സിലെടുക്കും. ഇപ്പം നമ്മൾ എന്താണ് ഭരണഘടനയുടെ സവിശേഷതകളെന്ന് മാത്രമാണ് നോക്കുന്നത്. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ സവിശേഷത. ദൃഢവും അയവുള്ളതും. റിജിഡാണ്, അതേസമയം ഫ്ലെക്സിബിളുമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഭേദഗതി ചെയ്യാവുന്നതുമാണ്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദൃഢമുള്ളതുമാണ്, അതേസമയം അയവുള്ളതുമായ ഭരണഘടനയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാമത്തെ സവിശേഷത ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്. അടുത്തത് എന്താണ്? മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ റൈറ്റ്സും തരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസും തരുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളും എന്താണ്? ഭരണഘടന പറയുന്നുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, DPSP എന്ന് നമ്മൾ പറയും. DPSP, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. എന്താണ്? ഭാവി രാഷ്ട്രത്തിൻ്റെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള അഭിവൃദ്ധിക്കായിട്ട് രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണെന്ത്? മാർഗനിർദ്ദേശക തത്വങ്ങളെന്ന് പറയുന്നത്. അടുത്തത് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷത. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ അഥവാ രാജ്യസഭ. എന്താണ്? മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതാണ് ലോക്സഭ, ലോവർ ഹൗസ്. നിയമനിർമ്മാണങ്ങളിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായിട്ട് സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതാണ് രാജ്യസഭ. ലോക്സഭ എന്ന് വെച്ചാൽ അത് ഹൗസ് ഓഫ് പീപ്പിൾ ആണെങ്കിൽ രാജ്യസഭ എന്താണ്? ഹൗസ് ഓഫ് സ്റ്റേറ്റ് ആണ്. അങ്ങനെ രണ്ട് സഭകളാണ്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷത. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ, ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻറ്ററോട് കൂടിയിട്ടുള്ള ഒരു ഫെഡറൽ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. ഒരു ക്വാസി ഫെഡറൽ ആണെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഒരു ഫെഡറൽ ആണെന്ന് എവിടെയും എടുത്തു പരാമർശിക്കുന്നില്ല, മറിച്ച് എന്നാൽ അതിൻ്റെ സവിശേഷത എന്താണ്? ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഒരു ഫെഡറലിസമാണ്. ഒരു ക്വാസി ഫെഡറലായിട്ടുള്ള ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ അവിടെ ശക്തമായിട്ടുള്ളൊരു കേന്ദ്രമാണ് നിലനിൽക്കുന്നതും. അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നമുക്കറിയാം യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, ഇങ്ങനെ ലിസ്റ്റുകളിലായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പവറുള്ള കാര്യങ്ങൾ, രണ്ടുപേരും കൂടി ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പറയുന്നുണ്ട്. പലപ്പോഴും എന്താണ്? കൺകറൻറ്റ് ലിസ്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ അതിൽ എന്താണ്? അവസാന തീരുമാനം അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമായിരിക്കും. അപ്പോൾ ശക്തമായിട്ടുള്ള കേന്ദ്രത്തോടു കൂടിയ ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ജുഡീഷ്യറിയാണ് ഇന്ത്യക്കുള്ളത്, അല്ലേ? അതുപോലെ ആരോടും പ്രത്യേക പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാതെ
നിഷ്പക്ഷമായി നിലകൊള്ളുന്ന ഒരു ജുഡീഷ്യറിയാണ്, ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു പ്രത്യേകത അല്ലെങ്കിൽ മറ്റൊരു സവിശേഷത. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനം. നമുക്ക് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അപ്പോൾ പരസ്പരം ബന്ധപ്പെടുന്നുണ്ട്, പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രത്തിൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ എന്താണ്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഒരിക്കലും എന്താണ് ജുഡീഷ്യറിയെ നിയന്ത്രിക്കുന്നില്ല. അപ്പോൾ എന്താണ്, നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കോടതി സംവിധാനമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷത. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങളാണ് മറ്റൊരു സവിശേഷത. എന്താണ്, സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളുണ്ട്. അതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മറ്റൊരു സവിശേഷത. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്നൊന്ന് എടുത്തു നോക്കാം. ആദ്യത്തെ സവിശേഷത തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഒന്നാമത്തെ ഫീച്ചർ എന്താണ്, ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യയുടേത്. 2, ഒരു പാർലമെൻ്ററി ജനാധിപത്യത്തെയാണ് ഫോളോ ചെയ്യുന്നത്. പാർലമെൻ്ററി ജനാധിപത്യ സമ്പ്രദായമാണ് നിലനിൽക്കുന്നത്. അടുത്തതായിട്ട് ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേത്. മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളുമുണ്ട്. മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ് അടുത്ത സവിശേഷത. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണ്. എന്താണ്, ലോക്സഭ, രാജ്യസഭ, അങ്ങനെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളുണ്ട്. അതാണ് മറ്റൊരു സവിശേഷത. ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം എന്നുള്ളതാണ് 7ാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറിയാണ് ഇന്ത്യക്കുള്ളത്. അതാണ് 8ാമത്തെ സവിശേഷത. സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് 9ാമത്തെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ള ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുക, 1-2 ആവർത്തി കേൾക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഈ മെയിൻ പോയിന്റുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പരീക്ഷയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരികയാണ്, ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ എന്താണ്, ഈ പ്രസ്താവന ശരിയാണ്. അത് ശരിയാണെന്ന് പറയണമെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഈ സവിശേഷതകളൊക്കെ നമുക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ പറ്റൂ. അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കൂ. അല്ലെങ്കിൽ 3-4 കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത അല്ലാത്തതേത്? എന്നിട്ട് ഒന്നാമതായിട്ട് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന, 2ാമത് പാർലമെൻ്ററി ജനാധിപത്യം, 3ാമത് ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഭരണഘടന, 4ാമതായിട്ട് എന്താണ്, കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എന്താണ് തുല്യ പ്രാതിനിധ്യമുള്ള ഒരു ഫെഡറലിസമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താണ്, ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഫെഡറലിസം എന്ന് പറയുമ്പോൾ അധികാരം അത് സെൻട്രലിനും സ്റ്റേറ്റിനും ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നുണ്ടെങ്കിലും ശക്തമായ കേന്ദ്രത്തോട് കൂടിയതാണ്. അല്ലെങ്കിൽ എന്താണ്, വളരെ അയവുള്ളതായ കേന്ദ്രത്തോട് കൂടിയ ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിലെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റല്ലേ? അവിടെ ശക്തമായ കേന്ദ്രത്തോട് കൂടിയ ഒരു ഫെഡറലിസമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നാണ് അവിടെ ശരിയായിട്ട് ഉത്തരം വരുന്നത്. അപ്പം നമുക്കത് ശരിയായ ഉത്തരത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്, ഉറപ്പായിട്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സവിശേഷതകൾ അറിഞ്ഞിരിക്കണം. പാടുള്ളൊരു കാര്യമേ അല്ല ഇത്. 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ ഒന്ന് ആവർത്തിച്ച് 2-3 തവണ കേൾക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം.